ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു മരണച്ചടങ്ങ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മരണച്ചടങ്ങ്. ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചത് അമ്മയെ വിളിച്ചു പറഞ്ഞോ? അതോ തീരെ വയ്യാണ്ടായിട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടോ? വയ്യാണ്ട് കിടന്ന് മരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാൻ എന്തിനാ ഒളിഞ്ഞു നോക്കിയതെന്നേ നേരം വെളുക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അതുവരെ കാക്കെന്റെ ഏട്ടത്തി. ഇതെന്തു പറ്റി? ആരും വന്നിട്ടില്ലല്ലോ. ഇനി അവള് ചത്തില്ലേ? അവള് ജ്യൂസ് എടുത്ത് കുടിച്ചത് ഞാൻ കണ്ടതാണല്ലോ. മുത്തശ്ശി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ അവള് ചാവേണ്ട സമയം കഴിഞ്ഞു. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഭഗവാനെ, വരണമായിട്ട് ആദ്യമായിട്ടാ ഒരു ദൂരയാത്ര പോകുന്നത്. വരണൊരു വലിയ ബിസിനസ്സുകാരനാണ്. വരണ്ട യോഗ്യതയ്ക്കനുസരിച്ച് പെരുമാറാൻ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞൂടാ. യാത്രയ്ക്ക് ഒരു കുഴപ്പം വരാതെ നോക്കിക്കോണേ. ഈ സന്തോഷം ഇന്നെന്നും നിലനിർത്തി തരണേ. കുറച്ച് കഴിയുമ്പോ രാധികമോളെന്ന് വിളിക്കണം കേട്ടോ. ആ, ഞാൻ വിളിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. ദേവാ, നീ എങ്ങോട്ടാ? ഞാൻ ഈ നേരത്തെ എങ്ങോട്ടാ പോകുന്നെന്ന് അമ്മയ്ക്കറിയില്ലേ? അമ്പലത്തിലേക്കാ. പോയാലൊന്നും നിനക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. അതെന്ത് പറ്റി? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? പോകാതിരിക്കുന്നതാ നല്ലത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് പോകാനുള്ളതാ. അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു മരണച്ചടങ്ങ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മരണച്ചടങ്ങ്. ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചത് അമ്മയെ വിളിച്ചു പറഞ്ഞോ? അതോ തീരെ വയ്യാണ്ടായിട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടോ? വയ്യാണ്ട് കിടന്ന് മരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? മര്യാദയ്ക്ക് നടക്കുന്നവര് ഒറ്റയടിക്ക് വീണ് ചാവുന്നില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പകുതി പൂജയിൽ എഴുന്നേറ്റ് മരണത്തിന് പോവാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂജിക്കാതിരിക്കുന്നതാണല്ലോ എന്ന് ആലോചിച്ച് പറഞ്ഞു പോയതാ. എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചു. ഇതെന്തൊക്കെയാ ചോദ്യ അമ്മ ഈ പറയുന്നത്? ദേവേട്ട, പലപ്പോഴും അമ്മ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. ശരിക്കും അമ്മയ്ക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ? ഇങ്ങനെയൊക്കെ പെരുമാറിയാല് സംശയിക്കേണ്ടിയിരിക്കുന്നു.
താനൊരു കാര്യം ചെയ്യാ, അമ്മയുടെ സംസാരത്തിന് അധികം ചെവി കൊടുക്കാൻ നിൽക്കണ്ട. ഇനി നിന്നാ വൈകും. പറയടി മോളെ, മുത്തശ്ശി അങ്ങോട്ട് വരേണ്ട സമയമായോ? അച്ഛനെയും അമ്മയെയും അവിടുന്ന് ആരാ വിളിച്ച് മരണം പറയുന്നേ? ഏത് മരണം? രാധയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോ നീയല്ലേ പറഞ്ഞു ജ്യൂസ് മുഴുവൻ അവൾ കുടിച്ചെന്ന്? ജ്യൂസ് കുടിച്ചത് സത്യ, പക്ഷെ അവക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതെ, മുത്തശ്ശിക്ക് എവിടുന്നാ ഈ വിഷം കിട്ടിയത്? ആരാ മുത്തശ്ശി പറ്റിച്ച? നീ എന്താ മോളെ ഈ പറയുന്നേ? എടി, അത് മാരകമായ വിഷമാ. അത് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിലേ അവള് പിന്നെ നിന്റെ മുമ്പിൽ നേരെ നിക്കില്ല. എന്തൊക്കെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നെന്നറിയോ? ഒരു തെളിവ് അവശേഷിക്കാതെ അവളെ തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇത്. ഇവിടെ നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു മരണ ചടങ്ങുണ്ടെന്നും പറഞ്ഞ് ഞാൻ ആഘോഷിക്കാനിരിക്കായിരുന്നു. നാശം. എടി മോളെ, ചില ആളുകൾക്കേ മരുന്നുകളൊക്കെ കുറച്ച് വൈകിയല്ലേ ഏക്കൂ. ഇനി അങ്ങനെയെങ്ങാനും ആണെങ്കിലോ? മോള് കുറച്ച് നേരവും കൂടി ഒന്ന് നോക്കിയിട്ട് മുത്തശ്ശിയെ വിളിച്ചാ മതി. എനിക്കിനി ആരും നോക്കാനും താല്പര്യമില്ല, ആരും വിളിക്കാനും താല്പര്യമില്ല. എന്നാൽ ഇതെന്താ സംഭവിച്ചിട്ടുണ്ടാവുക? പത്മിനി, എത്ര ദിവസത്തേക്കാ ഇവരുടെ യാത്ര? എന്നോടൊന്നും പറഞ്ഞില്ല. നിനക്കറിയാലോ യാത്രയോടുള്ള അവന്റെ കമ്പം. പണ്ടത്തെ പോലെ അതുവഴിക്ക് അങ്ങ് പോകുമെന്തോ. അന്നേ അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വെറും ചെക്കനാ. ഇപ്പൊ അങ്ങനെയാണോ? അവന് ഭാര്യയുണ്ട്, കുടുംബജീവിതത്തിനെ കുറിച്ച് ചിന്തയുണ്ട്. കൂടിയാൽ ഒരു 3-4 ദിവസം. അത് കഴിയുമ്പോഴേക്കും അവൻ ഇങ്ങ് ഓടിയെത്തും. അവന്റെ കൂടെ പോകുന്നതേ രാധികയാ. അവൾക്ക് നമ്മളെയും കണിമംഗലത്തിനെയും വിട്ട് ഒരുപാട് ദിവസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല. ഇതിൽ ഇറങ്ങിയില്ലേ? പെട്ടിയ സാധനങ്ങൾ എടുത്ത് ഞാൻ കാറിൽ വെച്ചുട്ടോ. ആ അച്ഛൻ എന്നോട് ചോദിക്കായിരുന്നു, പണ്ടത്തെ യാത്രകൾ പോലെ നീ അങ്ങ് പൊയ്ക്കളയോന്ന്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. നീ പണ്ടത്തെ പോലെയല്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്.